എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അദ്ദേഹം ഇവിടെ ചാലക്കുടിയിൽ സുന്ദരി കവലയിലൊക്കെ വന്ന് ചില ക്രമീകരണങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അന്ന് KSRTC നമ്മുടെ ചാലക്കുടിയിലെ സ്വന്തം സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് നമ്മുടെ MLA സനീഷ് കുമാർ ജോസഫ് ഒരു കാര്യം പറഞ്ഞു, ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സർവീസ് വേണം, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സർവീസുകൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ല, ഒരു സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ് നമുക്ക് വേണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഏകദേശം ഒരു മാസം എത്തിയില്ല, അപ്പോഴേക്കും വണ്ടി ക്ലിയറായി. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ ചാലക്കുടിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്. ഇത് കാലത്ത് 4:30 പുറപ്പെടുന്നത് കോട്ടയം കൂടി. എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന് ഒരു കയ്യടി. അതോടൊപ്പം തന്നെ സനീഷ് കുമാർ ജോസഫ് MLAക്കും വളരെ സൈലൻ്റായിട്ടാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത്. കുട്ടി ഘോഷിക്കാനൊന്നും പോവില്ല. ഇതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് തന്നെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്, പിന്നെ നടത്തിയേ പറ്റൂ എന്നുള്ള ചില ഇതുകളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലാഗ് ഓഫ് നടത്തിയത്. എന്തായിരുന്നാലും ചാലക്കുടിക്ക് ഒരു സ്വിഫ്റ്റ് ബസ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ചാലക്കുടി സ്റ്റാൻഡിൻ്റെ വികസനം പൂർണ്ണമാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTC സ്റ്റാൻഡുകളിൽ ഒന്നായിട്ടുള്ള ഈ ചാലക്കുടി KSRTC സ്റ്റാൻഡ്, അതിൻ്റെ യഥാർത്ഥ വികസനം നടക്കണമെങ്കിൽ ഇതിൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് നവീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ MLA തന്നെ അതിനൊരു പ്രൊജക്റ്റും പ്ലാനും നൽകിയിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ സാധിക്കട്ടെ. അതോടൊപ്പം കൂടുതൽ സർവീസുകൾ ഇത് ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ടുള്ള ഏറ്റവും പറ്റിയ ഇടമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ യാത്രക്കാർ അനുഭവിക്കുന്ന മറ്റു പ്രശ്നം, ഈ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ കാലത്ത് ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞാൽ ഈ ബസ്സുകളില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുകളുടെ അഭാവം ഉണ്ടെന്നൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് അറിയിക്കാറുണ്ട്. തീർച്ചയായിട്ടും ചാലക്കുടി സ്റ്റാൻഡ് എന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചാലക്കുടിയുടെ തന്നെ ഒരു ഐക്കൺ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ മധ്യഭാഗത്ത് ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു KSRTC സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ വികസനത്തിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നാണ് പറയാനുള്ളത്. കാരണം അത് KSRTCക്ക് മാത്രമല്ല, ജനങ്ങൾക്കും കുറേ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ പഴനിയിലേക്കൊക്കെ ബസ് സർവീസ് നമ്മുടെ അതിരപ്പള്ളി കൂടിയൊക്കെ ആരംഭിക്കുന്നുള്ളൊരു ഇടപെടൽ വന്നിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ചാലക്കുടി സ്റ്റാൻഡിൻ്റെ വികസനങ്ങൾ പൂർത്തിയാവാനായിട്ടുള്ള ഇടപെടൽ MLAയുടെ ഭാഗത്തുനിന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. ചാലക്കുടി വളരട്ടെ, KSRTC സ്റ്റാൻഡും വളരട്ടെ. നന്ദി, നമസ്കാരം. ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിന് ഈ അവസരത്തിൽ വലിയ നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ നാളുകളായി നമ്മുടെ ഒരാവശ്യമാണ് ഇന്ന് ഈ ബസ് അനുവദിച്ചിലൂടെ യാഥാർത്ഥ്യമാവുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ഡെപ്പോ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ചാലക്കുടിയിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് KSRTC ഡെപ്പോയുടെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തോട് ഇവിടെ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം കൂടെ വരികയും ഈ ചാലക്കുടി ഡെപ്പോ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോഴാണ് സ്വിഫ്റ്റ് ബസ്സുകൾ ഒന്നും ജില്ലയിൽ ചാലക്കുടിക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ ഒരു ബസ് തീർച്ചയായിട്ടും അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കോട്ടയം വഴി പോകുന്ന ഈ ബസ് ഇവിടെ അനുവദിച്ച് തരികയും ചെയ്തു. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നതിനായി ലഭിച്ചിരിക്കുകയാണ്. ഈ മുഹൂർത്തത്തിലെ KSRTCയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും ആവേശകരമായ ഒരു മുഹൂർത്തമാണിത്. അതിന് ബഹുമാനപ്പെട്ട MLAയോട് KSRTCയോട് നന്ദി ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു സർവീസ് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ നിവാസികൾക്കും അതുപോലെ മറ്റ് ജീവനക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവർക്കും അത്യാവശ്യമായ ഒരു സർവീസാണ്. ഈ സർവീസാണ് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം നമ്മുടെ വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഡിപ്പോയിൽ സന്ദർശിക്കുകയും ആ സമയത്ത് നമ്മുടെ MLA അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമുക്ക് ഈ സർവീസ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഞാനും ഒരു ആലപ്പുഴക്കാരിയാണ്. ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഒരു ബസ് കയറിയാണ് പോവാറ്. വളരെ സന്തോഷത്തിന് വേണ്ടി ശ്രമിച്ച ഞങ്ങൾക്ക് ചാലക്കുടിക്ക് ഒരു സ്വിഫ്റ്റ് ബസ് അനുവദിച്ച മിനിസ്റ്റർ KP ഗണേഷ് കുമാറിനെയും അതിനുവേണ്ടി ശ്രമിച്ച് ഇത് എത്രയും വേണ്ട പ്രാവർത്തികമാക്കാൻ മനസ്സ് കാണിച്ച അതിനുവേണ്ടി നമ്മൾക്ക് വാക്കുകൾ പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഫോളോപ്പ് നിർബന്ധമായിട്ട് ആവശ്യമാണ്. MLAയുടെ കഠിന പ്രയത്നം കൊണ്ട്
വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചാലക്കുടി ഇതുവഴിക്കൊരു സ്വിഫ്റ്റ് ബസ് അനുഭവിച്ചതിന് ഈ അവസരത്തിൽ MLA അഭിനന്ദിക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം MLA നന്ദി പറയുകയും ചെയ്യുന്നു.